സിനിമയിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പാഷൻ. നല്ല കഥാപാത്രങ്ങൾ ഇനിയും വരാനിരിക്കുന്നതാണ് ഇനി നല്ല കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഓൾറെഡി ഫീൽഡിലുള്ള ഒരുപാട് പേര്. ഇപ്പോൾ മാർട്ടിൻ പ്രക്കാട്ട് ആണെങ്കിലും, സമീർ താഹിർ ആണെങ്കിലും, അൻവർ റഷീദ് ആണെങ്കിലും, അമൽ നീരദ് ആണെങ്കിലും, ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പം ഇനിയും ഒരു കഥാപാത്രം വരും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. നല്ല സിനിമകൾ ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല നല്ല വർക്കുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 3-4 വർഷം മുന്നേ ദിലീപ് ശങ്കർ ഒരു ചാനലിലൂടെ ഇൻ്റർവ്യൂവിലുള്ള വാക്കുകളാണ്. അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളിലേക്കൊന്നും അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം ആഗ്രഹിച്ച രീതിയിലുള്ള മികച്ച റോളുകൾ സിനിമയിൽ കിട്ടിയിട്ടില്ല. 1-2 സിനിമകളിൽ ചപ്പാക്കുരിശിലോ 1-2 സിനിമകളിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിലുള്ള റോളുകൾ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ കിട്ടുമായിരുന്നു, ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു പ്രമുഖ സംവിധായകരൊക്കെ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. സോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. ആത്മഹത്യയാണെന്ന് പറയുന്നവരുണ്ട്, ആന്തരിക രക്തസ്രാവമാണെന്ന് പറയുന്നവരുണ്ട്. ഒരുപാട് പേര് പല വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്. ആക്ച്വലി ഈ അരോമ എന്ന് പറയുന്ന ഹോട്ടൽ ഇത് സീരിയലുകാർ മാത്രം താമസിക്കുന്ന ഒരു ഹോട്ടലാണ്. ഞാൻ ഈ ഹോട്ടലിൽ പോയിട്ടുണ്ട്, എനിക്കറിയാം. സീരിയലുകാർക്ക് വേണ്ടി മാത്രമാണ് പൊതുവെ ഈ ഹോട്ടലിൽ റൂം. അല്ലാതെ അപൂർവം ആൾക്കാരെല്ലാം വന്ന് താമസിച്ചാൽ വാൻഡ്രോസ് ജംഗ്ഷനിലാണ്. ഈ ഒരു അവസരത്തിൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഈ പറഞ്ഞ ദിലീപ് ശങ്കറിന്റെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന്, അതായത് മക്കളും ഭാര്യയായിട്ടൊക്കെ വളരെ സ്നേഹത്തോടെ കഴിയുന്നതാണെന്നാണ് അവരുടെ റീൽസൊക്കെ കാണാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. സീരിയൽ ഷൂട്ടിങ്ങിന് ബ്രേക്ക് വന്നതിന് ശേഷം 3 ദിവസം കൂടി ഇദ്ദേഹം അവിടെ താമസിച്ചു. ആ സമയത്താണ് മരണപ്പെട്ടത്. ഏതാണ്ട് 2-3 ദിവസത്തിലധികം ഇദ്ദേഹം ഹോട്ടലിൽ കിടന്നു. ആക്ച്വലി ഹോട്ടലുകാരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ചയുണ്ട്. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു വിഷയത്തിൽ താല്പര്യം കാണിക്കണം. കർശനമായി എല്ലാ ഹോട്ടൽസിലെയും ഗസ്റ്റ് റൂമുകൾ ഡെയിലി ചെക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു നിയമം നിർബന്ധമാക്കണം. ഗസ്റ്റ് ഉണ്ടെങ്കിലും പുറത്താണെങ്കിലും അകത്താണെങ്കിലും മാസ്റ്റർ കീയിലൂടെ എന്നും ചെക്ക് ചെയ്യുന്ന ഒരു നിയമം നിർബന്ധമാക്കണം. പല ഹോട്ടൽസും അത് പാലിക്കുന്നുണ്ട്, എന്നാൽ ബഹുഭൂരിപക്ഷം ഹോട്ടൽസും അത് പാലിക്കുന്നില്ല. രണ്ടാമത്തെ കേസ്, ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുണ്ടായ വലിയൊരു പിഴവ്. അതായത് ഭർത്താവിന്റെ അവസ്ഥ അറിയാം, കരൾ രോഗിയാണ്, കരൾ രോഗം വളരെ മൂർധന്യ ഘട്ടത്തിലാണ്. അതിലോട്ട് ഞാൻ വരാം. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ 3 ദിവസം ഇതേപോലെ ഫോൺ എടുത്തില്ലെങ്കിൽ ഒരു സെക്കൻഡറി നമ്പർ വാങ്ങിച്ചു വെക്കുക. സീരിയൽ മേഖലയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. തീർച്ചയായും അവരെ വിളിച്ചു നോക്കിയതിനു ശേഷം വളരെ ഈസി ആയിട്ട് റൂമിലോട്ട് പറഞ്ഞു വിട്ട് ഒന്ന് അന്വേഷിപ്പിക്കാമായിരുന്നു. അതിവിടെ ഉണ്ടായില്ല. എന്തുകൊണ്ടുണ്ടായില്ല? ഇവർ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കം ഉണ്ടായോ എന്നറിയില്ല. ഇനിവേ ഈ 2 ദിവസവും ഇദ്ദേഹത്തിന്റെ ഒരു അനക്കവും ഇല്ലാഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല വീട്ടിലുള്ളവരാരും. വളരെ ദൗർഭാഗ്യകരമാണ്. അങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ തലപൊട്ടി രക്തം മാർന്ന് കിടക്കുന്ന ഇദ്ദേഹത്തെ ഒരുപക്ഷെ നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിക്കുമായിരുന്നു. സോ തീർച്ചയായും അത് ഏറെ ദൗർഭാഗ്യകരം. ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ മരണം ഇദ്ദേഹം ഇരന്നു വാങ്ങിയെന്ന് തന്നെ പറയാം. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇതിനു മുമ്പും പല നടന്മാർ, കലാഭമണി ഉൾപ്പെടെയുള്ള ആളുകൾ കരൾ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും മദ്യം കഴിച്ചുകൂടാന്ന് ഡോക്ടർമാർ കർശനമായി വിലക്കിയതിനു ശേഷം തുടർന്നും മദ്യം കഴിക്കുന്ന ഒരു രീതി. ഇദ്ദേഹം MBBS പഠിച്ച ആളാണെന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അജ്ഞത ഉണ്ടായിട്ടല്ല, വളരെ വ്യക്തമായ ധാരണ ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തിയാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ മദ്യം കഴിക്കുക വഴി ഇദ്ദേഹം മരണം വിളിച്ചു വരുത്തിയെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ അതിനൊരു ആത്മഹത്യ എന്ന് തന്നെ പറയാം. ഇദ്ദേഹത്തിന്റെ അവസ്ഥ, അതായത് ഇദ്ദേഹം സിറോസിസിലോട്ട് പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സിറോസിസിന്റെ ആരംഭഘട്ടങ്ങളായിരുന്നു. സിറോസിസിൽ പോയവർ പോലും തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. പ്രദീപ് എന്ന് പറയുന്ന അശ്വമേധം പ്രദീപ് മദ്യപാനിയായിരുന്നു, കടുത്ത മദ്യപാനിയായിരുന്നു. സിറോസിസ് വരെ പോയ ഒരാളാണ്. ഇപ്പൊ പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കുന്നു. അദ്ദേഹം മദ്യം ഉപയോഗിക്കുന്നില്ല. സോ കരളിന്റെ ഒരു പൊതു രീതി അനുസരിച്ച് ഈ പറഞ്ഞ മെഡിസിൻ മാത്രം കൊണ്ട് രക്ഷയില്ല. സിറോസിസിന്റെ ഘട്ടങ്ങളിലോട്ട് പോയ ഒരാൾക്കും ചിലപ്പം തിരിച്ചു വരാൻ സാധിക്കും, മദ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയ. മദ്യം ഒരു തുള്ളി തൊടുവാണെങ്കിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മദ്യം ഒരു തുള്ളി തൊട്ട് കഴിഞ്ഞാൽ മരണത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ മഞ്ഞപ്പിത്തത്തിന്റെ പ്രശ്നമുള്ള, കരളിൽ മഞ്ഞയുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഈ മഞ്ഞ മാറാതെ മദ്യപാനത്തിലോട്ട് പോവുകയാണെങ്കിൽ മരണം നിശ്ചയമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. സോ ഒരർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ മരണം ഇരന്ന് വാങ്ങിയെന്ന് തന്നെ പറയാം. മദ്യപിച്ച് ബാലൻസ് നഷ്ടപ്പെട്ട് ഇദ്ദേഹം തലയിടിച്ച് തന്റെ റൂമിൽ വീഴുന്നു. റൂമിൽ ലോക്ക്ഡാണ്. ആ ഹോട്ടലിലുള്ള ആരും ചെക്ക് ചെയ്യുന്നില്ല. എന്നാൽ വീട്ടുകാർക്ക് ഈ 3 ദിവസം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഏറെ ദൗർഭാഗ്യകരമാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. സീരിയൽ മേഖലയിലും സിനിമാ മേഖലയിലും അല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഇതുപോലെ ഭർത്താക്കന്മാർ മദ്യപാനികളായിട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, കരൾ രോഗവുമായി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവർ പോകുന്ന സ്ഥലത്തൊക്കെ ഏതെങ്കിലും തരത്തിൽ അവർ മദ്യം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എപ്പോഴും അവരുടെ മേളിൽ ഒരു കണ്ണുണ്ടാവുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും മരണത്തിലേക്ക് അവരെ തള്ളിവിടാതെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താം. ഇവിടെ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് കരൾ രോഗം മൂർധന്യച്ച് അദ്ദേഹം മരണപ്പെട്ടതല്ല, മദ്യപിച്ച് മതോന്മത്തനായി തലയടിച്ച് വീണതിന് ശേഷം മരണപ്പെട്ടതാണ്. ഒരുപക്ഷെ കരൾ രോഗം മൂർധന്യാവസ്ഥയിലാണെങ്കിൽ കൂടി കുറച്ചു കാലം കൂടി അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ചെയ്തികൾ തന്നെ, അദ്ദേഹത്തിന്റെ ജീവിതശൈലി തന്നെ അദ്ദേഹത്തെ മരണത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. അതുപോലെ തന്നെ വീട്ടുകാരുടെയും ഈവൻ ഹോട്ടലുകാരുടെയും നിരുത്തരവാദിത്തം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എനിവേ വളരെ ദൗർഭാഗ്യകരം. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന നടനായിരുന്നു അദ്ദേഹം, അകാലത്തിൽ പൊലിഞ്ഞുപോയി. ഏറെ ദൗർഭാഗ്യകരമായ കാര്യം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ബൈ.